വാർത്തകളിലേക്ക് വിശദമായി. ന്യൂസ് മലയാളം നൽകിയ വാർത്ത നിയമസഭയിൽ അവയവ കച്ചവടത്തെക്കുറിച്ചുള്ള ന്യൂസ് മലയാളത്തിന്റെ വാർത്ത സഭയിൽ ഉന്നയിച്ച് രമേശ് ചെന്നിത്തല. അവയവ മാഫിയ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. അവയവ കച്ചവടത്തെക്കുറിച്ച് കേസ് ഓട്ടോയ്ക്ക് ഇതുവരെ ഔദ്യോഗിക പരാതി ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി വീണ ജോർജ് മറുപടിയായി പറഞ്ഞു. അവയവദാന കണക്കുകളിലെ അവ്യക്തത സംബന്ധിച്ച വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കേസ് ഓട്ടോ ഓഡിറ്റ് നടത്തി. ഓഡിറ്റിൽ ക്രമക്കേട് കണ്ടെത്താനായിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി. ഏതെങ്കിലും തരത്തിൽ പിഴവ് കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കും. ഇടനിലക്കാരെ സംബന്ധിച്ച വ്യക്തികൾ തുറന്നു പറയാത്തത് കാരണം നിയമ നടപടി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി സഭയിൽ പറഞ്ഞു. സംസ്ഥാനത്തിന് പുറത്തും വളരെ ശക്തമായ മാഫിയകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുകയാണ്. ഹോസ്പിറ്റൽ മാഫിയ എന്നിവ ചേർന്ന് പാവപ്പെട്ട ആളുകളുടെ ദാരിദ്ര്യവും സാമ്പത്തിക ക്ലേശവും മുതലെടുത്തുകൊണ്ട് കിഡ്നി ഉൾപ്പെടെയുള്ള കരള് തുടങ്ങിയിട്ടുള്ള അവയവങ്ങൾ മാറ്റിവെക്കുന്നതിനെ സംബന്ധിച്ച് ധാരാളം വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അത് ശക്തമായി നേരിടാനും അത് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് വേണ്ടി ആരോഗ്യവകുപ്പ് എന്തെല്ലാം ശക്തമായ നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? വാസ്തവത്തിൽ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത് ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ഇപ്പോൾ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ഒരു ബ്രെയിൻ ഡെത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യേണ്ടത് ആ ചികിത്സിക്കുന്ന ആശുപത്രിയിലെ ചികിത്സിക്കുന്ന ഡോക്ടറും ആശുപത്രിയുടെ സൂപ്രണ്ടും അവിടുത്തെ ന്യൂറോളജിസ്റ്റും പിന്നെ കേരളം പ്രത്യേകമായിട്ട് ഇതിലൊരു കാര്യം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് സർ. അതായത് എംപാനൽ ചെയ്ത ഡോക്ടർ, ആ ഡോക്ടർ ഈ ആശുപത്രിയിലുള്ള ഒരാളാകരുത്, പുറത്തു നിന്നുള്ള ഒരു ഡോക്ടർ. അങ്ങനെ ഇവരടങ്ങുന്ന സംഘമാണ് ഈ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കേണ്ടത്. മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കേണ്ടതിന് നിയമം അനുശാസിക്കുന്ന നിലയിൽ തന്നെ സർ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്. അതായത് 6 മണിക്കൂർ ഇടവിട്ടുകൊണ്ട് ഈ പരിശോധന നടത്തണം. ബ്രെയിൻ സ്റ്റെം ഡെത്ത് ആണോ എന്നുള്ളത് പരിശോധിക്കണം. അതുമാത്രമല്ല ഈ പ്രോസസ്സ് മുഴുവൻ വീഡിയോ റെക്കോർഡും ചെയ്യണം. ഈ ലിവിങ് ഡോണേഴ്സിൽ നിന്നുള്ള അവയവദാനം സംബന്ധിച്ച് അതിലൊരു ഓഡിറ്റിംഗ് നടത്താനാണ് കേസ് ഓട്ടോയ്ക്ക് കഴിയുക. അതായത് ഇപ്പോൾ നിലവിൽ നേരത്തെ മുൻപുള്ള സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ കാലത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓരോ ആശുപത്രിയിലും നടക്കുന്ന അവയവദാനത്തിൻ്റെ കണക്കുകൾ അവർ അപ്പോൾ തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇൻറ്റേർണലി ഒഫീഷ്യലി ഇത് നമുക്ക് പരിശോധിക്കാനായിട്ട് കഴിയും. പക്ഷേ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യം, ഇതിൻ്റെ ഇടനിലക്കാർ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ ചൂഷണം ഒഴിവാക്കുക, ഇത് വാസ്തവത്തിൽ ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസേഷൻ കമ്മിറ്റിയാണിത് നിശ്ചയിക്കുന്നത്. ഇത് കൊടുക്കണോ, ഇത് അനുവദിക്കണോ, ഈ ഡോണറിൽ നിന്ന് ഈ റെസിപ്പിൻറ്റിന് ഇത് കൊടുക്കണോ, ഇവർ തമ്മിൽ ബന്ധമുണ്ട്, ഈ പറയുന്നത് ശരിയാണോ? സാർ, ഇത് ഈ DLACയുടെ മുൻപാകെ വരുമ്പോൾ ഒരു പണമിടപാടും ഇല്ല എന്നുള്ളതും ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതുമാണ് ഇതുവരെയുള്ള എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളത്. ഇതല്ലാതെയുള്ളൊരു പരാതി ഔദ്യോഗികമായി കേസ് ഓട്ടോയ്ക്ക് മുൻപിൽ എത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. സർ, തീർച്ചയായിട്ടും ഇങ്ങനെ വാർത്തകൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഓഡിറ്റിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ആ ഓഡിറ്റിംഗ് ആശുപത്രികളെ സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ, അതോടൊപ്പം അവയവ മാറ്റം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിൽ കൃത്യമായി ഈ 49 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഓഡിറ്റിംഗ് കേസ് ഓട്ടോ നടത്തുവാനായിട്ട് പറഞ്ഞവർ ഓഡിറ്റിംഗ് നടത്തുന്നുണ്ട്. അതിനപ്പുറത്തേക്കുള്ള മനുഷ്യക്കടത്ത് സംബന്ധിച്ചൊക്കെ കാര്യങ്ങളിൽ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിൽ ആഭ്യന്തര വകുപ്പ് പോലീസ് തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് അതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സർ. മസ്തിഷ്ക മരണ നിർണയത്തിൽ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന ന്യൂസ് മലയാളം വാർത്തയും നിയമസഭയിൽ KK രമയാണ് വിഷയം ഉന്നയിച്ചത്. മസ്തിഷ്ക മരണം നിർണയത്തിന് മാനദണ്ഡങ്ങൾ ഉണ്ടെന്ന ആരോഗ്യമന്ത്രിയുടെ വിശദീകരണത്തിന് പിന്നാലെയാണ് KK രമ മാനദണ്ഡങ്ങൾ ലംഘിക്കപ്പെടുന്നതായി സഭയിൽ പറഞ്ഞത്. ഇതിൽ കേസ് ഓട്ടോ പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നുണ്ടെന്ന് വീണ ജോർജ് മറുപടി നൽകി. 2017 ഒരു സർക്കാർ ഉത്തരവ് പ്രകാരം 4 ഡോക്ടർമാരാണ് ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിക്കുന്നത്. അതിൽ 2 ഡോക്ടർമാർ പുറത്തു നിന്നുള്ളവരും ഒരു ഗവൺമെന്റ് ഡോക്ടറുമായിരിക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെയല്ലാതെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർമാർ ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്, തെളിവ് സഹിതം. ഇത്തരത്തിൽ വന്ന കേസുകൾക്കെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ ഇതുപോലെയുള്ള കേസുകൾ മേലിൽ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ എന്തൊക്കെ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്? രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവും അതിന്റെ ചട്ടവും അനുസരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളിൽ നിന്ന് ഒരു പടി കൂടി കടന്നിട്ടാണ് സംസ്ഥാന സർക്കാർ അതിൽ ആ ആശുപത്രിയിൽ അല്ലാതെ മറ്റു പുറത്തുനിന്ന് ഡോക്ടർ കൂടി ഉണ്ടാകണം എന്നുള്ളത് നിഷ്കർഷിക്കുന്നത്. ഈ പറഞ്ഞ സംഘത്തിൽ പുറത്തുനിന്നുള്ള ഡോക്ടർ ഉണ്ടാകണം, എംപാനൽ ചെയ്ത്, അതായത് കേസ് ഓട്ടോ എംപാനൽ ചെയ്തിട്ടുള്ള ഡോക്ടർ തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ്. അതല്ലാതെ അങ്ങനെയുള്ള കൺഫർമേഷനുകൾ ഉണ്ടായിട്ടുള്ളിടത്ത് അത് കേസ് ഓട്ടോ പരിശോധന നടത്തി അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് സർ, അത് സ്വീകരിക്കുന്നതുമാണ്.